today again, this is a proud moment for us, and with us is Ms. Nidhu George Toppen, and she has secured All India rank 28 in the Indian Forest Service exam, and also she has been the interview topper in the IFS exam. That's again another matter of pride. So actually, what I sensed with Nidhu is she has been very honest. I mean, when I found her performance in the mock interviews and all, I found one of the best qualities she possessed to us. ഭയങ്കര ഓണസ്റ്റ് ആണ് ഇൻ ഹർ ലൈക്ക് റിപ്ലൈസ് ടു ദ ചെയർ, അല്ലെങ്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള റിപ്ലൈ കൊടുക്കുന്ന ഒരാളായിരുന്നു നീതു. ഐ തിങ്ക് ദാറ്റ് ഈസ് വൺ ഓഫ് ദ like best quality every aspirant should have, be it your prelims, mains, or your interview. You must be very honest to yourself. You must be very honest, genuine with your reply, genuine with your responses. That also one of the very best quality that will help you to crack this exam. So our topper will share her experiences this throughout this preparation journey. She also had some ups and downs, and how she cleared this exam, how she not only cleared, how she topped this exam and topped this interview. Her experience she will share with you. ഞാൻ ഇന്ന് എൻ്റെ സ്ട്രാറ്റജി ഷെയർ ചെയ്യാം നിങ്ങളോട്. ആദ്യത്തെ പ്രാവശ്യം 2018 പ്രിലിംസ് എനിക്ക് പ്രിലിംസ് കടക്കാൻ പറ്റിയില്ല. പിന്നെ പിറ്റേ കൊല്ലം പിന്നത്തെ 2 വർഷം സിവിൽ സർവീസിന് പ്രിലിംസ് കട്ട് ഓഫ് കടന്നു, പക്ഷെ ഫോറസ്റ്റ് സർവീസിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ മെയിൻസ് എഴുതി, ഇൻ്റർവ്യൂവും ക്വാളിഫൈ ആയില്ല. സിവിൽ സർവീസിന് മെയിൻസ് എഴുതുമായിരുന്നു 2 പ്രാവശ്യം. പിന്നെ ഇത്തവണയാണ് ഫോറസ്റ്റ് സർവീസിനെയും കൂടെ പ്രിലിംസ് ക്ലിയർ ചെയ്ത് മെയിൻസ് ചെയ്ത് ഇൻ്റർവ്യൂവും ക്വാളിഫൈ ആയി. ഇതാണ് എൻ്റെ ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് പ്രിലിംസിനെ പറ്റി പറയാനുള്ളത്, CSAT വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ എവിടെ കോച്ചിങ് ആയിട്ട് തന്നെ എടുക്കുമോ, അത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്യണം. അപ്പം ഞാൻ ഇത്തവണ എനിക്ക് CSAT പൊതുവേ പ്രശ്നം വന്നിട്ടില്ല ഇതുവരെ. എല്ലാ തവണ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ എബവ് 100 ഞാൻ സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം CSAT ഞാൻ കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് പ്രാക്ടീസ് ചെയ്തു. ഞാൻ ചെയ്ത ഒരു കാര്യം, 2011 തൊട്ടുള്ള എല്ലാ പേപ്പേഴ്സും ഓരോ സൺഡേ വെച്ചിട്ട് ഞാൻ സ്കോർ എന്ന് വെച്ചാൽ ഞാൻ ആൻസർ ചെയ്ത് നോക്കുമായിരുന്നു, റിയൽ എക്സാം പോലെ 2 hours. എന്നിട്ട് ഞാൻ എൻ്റെ സ്കോർ നോക്കുമായിരുന്നു. അപ്പോൾ ഒരു കംഫർട്ടബിൾ സോണിലായിരുന്നു എല്ലാ കൊല്ലത്തേതിലും. അപ്പോൾ അങ്ങനെ അത് ചെയ്യുന്ന ഒരു നല്ല കാര്യമായിരിക്കും. നിങ്ങൾ ഒരു ബേസിക് ഒരു സ്ട്രെച്ചിലൊന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. വേറെ കുറേ ക്വസ്റ്റ്യൻസ് നോക്കുന്നതിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നേരെ എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനതായിരുന്നു ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ GSും ഒരു സ്ട്രെച്ച് പഠിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കിയത്. 2011 മുതലുള്ള GSൻ്റെ പേപ്പേഴ്സും എല്ലാ ക്വസ്റ്റ്യൻസും വിത്ത് ഓപ്ഷൻസ് ഞാൻ സോൾവ് ചെയ്യുകയും എങ്ങനെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്, എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം, അതെല്ലാം തന്നെ ചെയ്ത് പഠിക്കുമായിരുന്നു ചെയ്തത്. അത് ചെയ്തത് കുറേ ഹെൽപ്ഫുള്ളായി. ചിലപ്പം ചില ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും, ഹിസ്റ്ററിയിലൊക്കെ പ്രത്യേകിച്ചും. അപ്പം ബാക്കിയുള്ള ഓപ്ഷൻസ് അതെന്താണെന്നൊക്കെ ജസ്റ്റ് ചില ടേംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ നോക്കി പഠിച്ചാൽ പിറ്റേ വർഷം നമുക്ക് 1-2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം അതായിരുന്നു പ്രിലിംസിന് ഞാൻ ചെയ്ത സ്ട്രാറ്റജി. അത് വർക്ക് ആവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് റിസ്ക് എടുക്കണം. ഫോറസ്റ്റ് സർവീസിന് കട്ട് ഓഫ് പ്രത്യേകിച്ച് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നന്നായിട്ട് റിസ്ക് എടുക്കണം. അതിന് ചെയ്യേണ്ട ഒരു ആൻസറെങ്കിലും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ക്വസ്റ്റ്യൻ വിടരുത്. ഒന്നും പറ്റത്തില്ല, തീരെ അറിയത്തില്ല, ഒരു ഐഡിയ ഇല്ലെങ്കിൽ അത് ചെയ്യുകയും ചെയ്യരുത്, അത് മടത്തരമായിരിക്കും. പക്ഷെ ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ആ ഒരു ചാൻസ് എടുത്ത് തന്നെ ചെയ്യും. അത്രയൊക്കെയാണ് ഞാൻ ചെയ്തത് പ്രിലിംസിൻ്റെ കേസിൽ. പിന്നെ ബേസിക് ബുക്സ് ഒക്കെ പഠിച്ചുള്ളൂ, ഒരുപാട് ബുക്സ് പഠിച്ചിട്ടില്ല. സെയിം ബുക്സ് റിവൈസ് ചെയ്യാനാണ് നോക്കിയത്, അത്ര തന്നെ. നോട്ട്സ് ഒന്നും കാര്യമായിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. എക്സാമിന് തൊട്ട് മുമ്പ് ഓർക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ബേസിക് ബുക്സ് വായിച്ച് റിവൈസ് ചെയ്യുമായിരുന്നു ചെയ്തത്. പിന്നെ മെയിൻസിലോട്ട് വരുമ്പോൾ നമുക്ക് ആക്ച്വലി ഇതിന് സമയമുണ്ട്, നല്ല സമയം കിട്ടും പഠിക്കാനായിട്ട്. എൻ്റെ ഒരു കേസിൽ ഇക്കൊല്ലം എൻ്റെ കല്യാണം പ്രിലിംസിൻ്റെ മെയിൻസിൻ്റെ ഇടയ്ക്കായിരുന്നു, അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം കുറവായിരുന്നു. ഞാൻ മാനേജ് ചെയ്തു, കുഴപ്പമില്ല. ഞാൻ മെയിൻസിൻ്റെ സമയത്താണ് ഞാൻ ഓപ്ഷണൽസ് മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ട് നേരത്തെ പഠിപ്പിച്ചപ്പോൾ. ഞാൻ അല്ലാതെ പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞ് പഠിക്കാൻ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ രണ്ടും മെയിൻസിൻ്റെ സമയത്ത് ഓടിച്ചിട്ട് പഠിച്ചു. ഇംഗ്ലീഷും ജസ്റ്റ് കുറച്ച് നല്ല രീതി പ്രിപ്പയർ ചെയ്തായിരുന്നു ചില ബുക്സൊക്കെ വെച്ച്. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയായിരുന്നു. ഇതിലും ഞാൻ ചെയ്തത് അത് തന്നെ, ഒരു 10 കൊല്ലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തു. ഏതൊക്കെ ഏരിയ നിന്നാണ് കൂടുതൽ ചോദിക്കുന്നതെന്ന് അത് കണ്ടുപിടിച്ചു. ആ ഏരിയാസ് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെയാണ് പഠിച്ചത്.
അതായിരുന്നു മെയിൻസിലും ചെയ്തത്, എല്ലാ സബ്ജക്ട്സിലും. പിന്നെ ജനറൽ സ്റ്റഡീസ് മെയിൻസിൽ GK പേപ്പർ നമ്മുടെ സിവിൽ സർവീസിലെ പോലെയല്ല. നമുക്ക് പ്രിലിംസിന് നല്ലൊരു നോളജ് ഉണ്ട്, പ്രിലിംസിന്റെ ആ ഒരു നോളജ് മതി നമുക്ക് മെയിൻസ് ക്രാക്ക് ചെയ്യാൻ. അപ്പോൾ ഫോറസ്റ്റ് സർവീസ് മാത്രം നോക്കുന്നവർ, എൻ്റെ ഇതിൽ സിവിൽ സർവീസും കൂടെ നോക്കാത്തവർ ചിലപ്പോൾ ആ പ്രിലിംസിന്റെ ആ ഒരു സ്ട്രാറ്റജി മതി നിങ്ങൾക്ക്. പ്രിലിംസിന് സ്കോർ ചെയ്യാൻ നന്നായിട്ട് പഠിച്ചാൽ ആ GS മതി നിങ്ങൾക്ക് GK പേപ്പർ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ. മറ്റേ GS പേപ്പർ അല്ലാത്ത സിവിൽ സർവീസിനുള്ളൊരു കുറച്ചുകൂടെ ഒരു ഒപ്പീനിയൻ ഫോം ചെയ്ത് തന്നെ പഠിക്കണം. അതല്ല, ഫോറസ്റ്റ് സർവീസ് മാത്രം നോക്കുന്നവർ ഇങ്ങനെ ചെയ്താൽ മതിയാവും. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോഴാണെങ്കിലും ഫോറസ്റ്റ് സർവീസ് മാത്രം നോക്കുന്നവർ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുക, ഡെയിലി കറണ്ട് അഫയേഴ്സ് എവിടുന്നേലും ഉണ്ടെങ്കിൽ അതും കവർ ചെയ്യുക. പിന്നെ ഞാൻ ചെയ്തത് വിഷന്റെ PT 365, അത് ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആ ഒരു ഇയർലി കമ്പൈലേഷൻ നോക്കുമായിരുന്നു ചെയ്തത്. അതായിരിക്കും പ്രിലിംസിന്റെ സ്ട്രാറ്റജിയിൽ അത് മതിയാവും. മന്ത്ലി കമ്പൈലേഷൻ പ്രിലിംസിന് അത്ര യൂസ്ഫുൾ ആണെന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾ ആ ഇയർലി കമ്പൈലേഷൻ നോക്കിയാൽ മതിയായിരിക്കും. മെയിൻസ് സിവിൽ സർവീസ് പഠിക്കുന്നവർ മന്ത്ലി കമ്പൈലേഷൻ നോക്കി ഒപ്പീനിയൻ ഒക്കെ എടുത്ത് അങ്ങനെ ചെയ്ത് പഠിച്ചാലും മതി. ഫോറസ്റ്റ് സർവീസിന് ഇത് മതിയാവും, GK പേപ്പറിൽ അത്രേ ആവശ്യം വരുള്ളൂ. പിന്നെ ഇന്റർവ്യൂ ഇവിടെ ഞങ്ങളൊരു 6-7 പേരുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് കിട്ടിയവർ. ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോം ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷനും പിയർ ഇന്റർവ്യൂസ് നടത്തുന്നുണ്ടായിരുന്നു. കുറേ സ്ഥലത്ത് നിന്ന് ഇതുപോലെ മോക്ക് ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട്, ഗാലന്റിയിൽ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കുറേ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ, അപ്പം എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെയായിരിക്കും ഇന്റർവ്യൂ എന്നൊക്കെ. അപ്പോൾ ആദ്യമേ ഫസ്റ്റത്തെ മോക്കിന് നല്ല പേടിയായിരുന്നു, പറയാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അങ്ങനെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ നമ്മൾ ആൻസർ എഴുതുന്ന പോലെയല്ലല്ലോ, പറയുമ്പം ജസ്റ്റ് ഒന്ന് കറക്റ്റ് കാര്യം ടു ദ പോയിന്റ് പറയണം, അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, ചോദിച്ചതിന് ഉത്തരം പറയണം. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഇമ്പ്രൂവ് ചെയ്തു ഓരോ മോക്ക് ഇന്റർവ്യൂസ് കഴിയുമ്പോഴും. പിന്നെ നമ്മുടെ ഡാഫ് കാണുമ്പം ചില കാര്യങ്ങൾ അവർ പെട്ടെന്ന് നോട്ട് ചെയ്യും. അപ്പം എൻ്റെ ഹോബീസ്, എൻ്റെ ബേർഡ് വാച്ചിങ് എൻ്റെ ഒരു ഹോബിയായിരുന്നു. അപ്പോൾ അത് കുറേ പ്രാവശ്യം എൻ്റെ അടുത്ത് മോക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ കുറച്ച് മോക്സിൽ എല്ലാവരും എന്നോട് പറഞ്ഞത് ഫോറസ്ട്രി ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് കൂടുതലും ഫോറസ്ട്രി ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ റിയൽ ഇന്റർവ്യൂവിൽ എനിക്ക് ഒരു ക്വസ്റ്റിനും ഫോറസ്ട്രി എന്ന് വന്നില്ല, ഫുൾ പ്രാക്ടിക്കൽ ആയിരുന്നു. ഒരു 80% ക്വസ്റ്റ്യൻ എൻ്റെ ഹോബി ബേർഡ് വാച്ചിങ്ങിൽ നിന്നായിരുന്നു. അപ്പം അവർ ചോദിച്ച എല്ലാ കാര്യവും എനിക്ക് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിക്കുന്നത്, നമ്മുടെ കോളേജിലെ ഒരു വൈവയൊക്കെ പോലത്തെ. അതുപോലെ എനിക്ക് ഫീൽ ചെയ്തത് നല്ല സിമ്പിളായിട്ട് ബേസിക് കാര്യങ്ങൾ ചോദിച്ചാൽ ബേർഡ്സിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും, ഏറ്റവും ഇഷ്ടപ്പെട്ട ബേർഡ് ഏതാണ്, അതിന് ഡൈമോർഫിസം, രണ്ട് സെക്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ, എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും, അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളതും ഞങ്ങളുടെ നാട്ടിൽ കണ്ടിട്ടുള്ളത്, കേരളത്തിന്റെ പുറത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ടിട്ടുള്ളത്, അങ്ങനെ അവർ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി ജെന്യൂൻ ആയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. അത് അത്യാവശ്യം നല്ലതായിട്ട് തന്നെ പറയാനും പറ്റി. പിന്നെ കുറച്ച് സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു. DFO ആവുകയാണെങ്കിൽ കാട്ടിൽ ആന ഇറങ്ങുന്നത്, അത് നാട്ടിലോട്ട് ഇറങ്ങുന്നത് പ്രിവെന്റ് ചെയ്യാൻ എന്ത് ചെയ്യും, പിന്നെ കാട്ടിൽ എന്താണ് ഇത് സ്മഗ്ലേഴ്സ് ഒക്കെ വരുമ്പോൾ പോച്ചിങ്, അതും സ്മഗ്ലിംഗ് ഒക്കെ വരുന്നത് എങ്ങനെ പ്രിവെന്റ് ചെയ്യും എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ കുറച്ച് കേസ് സ്റ്റഡീസ് വെച്ച് പറഞ്ഞു. നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൽ പോച്ചേഴ്സ് ടു പ്രൊട്ടക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് സ്റ്റഡി തന്നെ, ഒരു മോഡൽ, പെരിയാർ മോഡൽ എന്ന് പറഞ്ഞ് ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ്. അപ്പോൾ ഞാൻ അത് കോട്ട് ചെയ്തിട്ട് തന്നെ ഞാൻ അതിന് ആൻസർ പറഞ്ഞു. അപ്പോൾ ഞാൻ DFO ആകുകയാണെങ്കിൽ ഈ ഒരു രീതിയിലുള്ള സിസ്റ്റം ആയിരിക്കും. അതെന്ന് വെച്ചാൽ അവിടെ പണ്ട് കള്ളന്മാരായിട്ടുള്ളവർക്ക് അവർക്ക് ഇടയ്ക്കൂടെ പോകുന്ന വഴികളൊക്കെ അറിയാലോ, ആ റൂട്ടൊക്കെ അവർക്കറിയാം. അപ്പം അവർക്ക് ഫോറസ്റ്റ് ഗൈഡ്സ് ആയിട്ട് ജോലി കൊടുക്കും. അപ്പം അവർക്ക് ആ റൂട്ടിൽ വേറെ റൂട്ട് അറിയാം, സാധാരണ ആൾക്കാർ പോകുന്നതല്ലാതെ, പ്ലസ് ആ വഴി വരുന്ന ബാക്കി കള്ളന്മാരെ ഇവർ പിടിക്കുകയും ചെയ്യും. അങ്ങനെ രണ്ടും ഇത് ചെയ്തിട്ട് അങ്ങനെയുള്ള ആ ഒരു സംഭവം കോട്ട് ചെയ്തൊക്കെ പറഞ്ഞു. ഇന്റർവ്യൂ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് എല്ലാവരും തന്നെ ബേർഡ് വാച്ചിങ്ങിന് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചു. പിന്നെ ഒരു സർവേയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എനിക്ക് ശരിക്കും അറിയത്തില്ലെന്നു, അത് മാത്രം ഞാൻ ഐ ഡോണ്ട് നോ പറഞ്ഞു. ബാക്കി എല്ലാം തന്നെ പിന്നെ ഒന്ന് ഭയങ്കര ജനറൽ ആയിട്ട് സൺസെറ്റിന് എന്താ റെഡ് കളർ, സ്കൈക്ക് എന്താ ബ്ലൂ കളർ, അങ്ങനെയൊക്കെ. പിന്നെ എന്തുകൊണ്ട് ഫോറസ്ട്രി എടുത്തു, ഫോറസ്ട്രി ഞാൻ ഡിഗ്രിക്ക് എടുത്തു, വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നല്ലോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചുള്ളൂ. ഇന്റർവ്യൂവിന് അത്യാവശ്യം നല്ല സ്കോറും ഉണ്ട്. ഇതായിരുന്നു എൻ്റെ ഒരു സ്ട്രാറ്റജി.